കോളേജ് കഴിഞ്ഞ് ഒരുപാട് പേര് ഇനി പാസ് ഔട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത് എന്ന് ഒരുപാട് പേരുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും നിങ്ങൾ ഈ ഒരു പാസ് ഔട്ടായി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ വരാൻ പോകുന്ന ഈ വർഷത്തെ SSC എക്സാംസ് ഒക്കെ തന്നെ അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വർഷം ആദ്യമേ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇനി ഒരു വെരി ഫ്യൂ ഡേയ്സിൽ നമുക്ക് വരുന്ന ഏപ്രിൽ 16-ാം തീയതിയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഗ്രാജുവേറ്റ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന CBI, എൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, ആ ഒരു ലെവൽ ഓഫ് വളരെ നല്ല ജോബിലേക്കുള്ള വേക്കൻസീസിന്റെ റിക്രൂട്ട്മെന്റ് ആണ് വരാൻ പോകുന്ന ഏപ്രിൽ 22-ാം തീയതി വിളിക്കാൻ പോകുന്നത്. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഏതൊരു ഗ്രാജുവേറ്റിനും ഏതൊരു ഗ്രാജുവേഷനുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എക്സാംസ് അലൈൻ ചെയ്തിരിക്കുന്നത് അറൌണ്ട് ഒരു ജൂൺ ജൂലൈയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല, ഡേറ്റ്സ് വരാൻ സമയമുണ്ട്. അപ്പോൾ ഇപ്പം പാസ് ഔട്ടായി ഇറങ്ങാൻ പോകുന്നവരും അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ നോക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു വളരെ നല്ല സമയമാണ് ഇനി വരുന്ന സമയം എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഒരു CGL എക്സാം മാത്രമല്ല, ഈ CGL എക്സാമിന് ശേഷം ബാക്ക് ടു ബാക്ക് നമുക്ക് SSC വേറെയും ഒരുപാട് എക്സാംസ് ഉണ്ട്. SSC എന്ന് പറയുമ്പോൾ ഒറ്റൊരു എക്സാം അല്ല ഒരിക്കലും. SSC എന്ന് പറയുമ്പോൾ കുറേ എക്സാംസ് ഒരുപാട് എക്സാംസ് ആണ് SSC അണ്ടറിൽ വരുന്നത്. നമ്മുടെ SSC CSS ഉണ്ട്, +2കാർക്ക് എഴുതാൻ പറ്റുന്ന +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം. SSC NTS ഉണ്ട്, 10th ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം. ആൻഡ് ഈ എക്സാംസ് ഒക്കെ എഴുതി നമുക്ക് എവിടെ എത്താൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഏറ്റവും എന്താ പറയുക ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഗവൺമെന്റ് അണ്ടറിലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ ആ ഒരു എക്സാം വഴി നമ്മൾ എത്തുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിരിക്കും. അങ്ങനെയുള്ള പോസ്റ്റിലായിരിക്കും എത്താൻ പോകുന്നത്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന എക്സാമാണ് നമ്മുടെ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ 2025 നമുക്ക് ഈ വരുന്ന ഏപ്രിൽ 22-ാം തീയതി വിളിക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? SSC CGL എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നാണ് ഇതിന്റെ ഡേറ്റ്സ് ഒക്കെ വരുന്നത്, എങ്ങനെയാണ് ഇനി എത്രത്തോളം ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഇങ്ങനൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലൈക്ക് നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും മുമ്പിലോട്ട് പോകുമ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഇതിൻ്റെ എക്സാം ഡേറ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ SSC എക്സാം കലണ്ടർ, നമ്മുടെ 2025-26 കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് കാണും, അല്ലാത്ത എക്സാംസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് കാണും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത നിങ്ങൾക്ക് അവിടെ 5ാമത്തെ പോയിന്റ് ആയിട്ട് കാണാൻ പറ്റും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അതിൻ്റെ ഫസ്റ്റ് ഫേസ് Tier 1 എക്സാം, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾ കാണാം. നമുക്ക് 22 ഏപ്രിൽ 2025 ആണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21 മെയ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാംസ് ഇപ്പോൾ ഉടനെ നടക്കത്തില്ല, അല്ലെങ്കിൽ ഈ എക്സാംസ് വിളിക്കാൻ ലേറ്റ് ആകും, ഇതിന്റെ ഡേറ്റ്സ് മാറും, അല്ലെങ്കിൽ ഇപ്പം വിളിക്കത്തില്ല എന്നൊക്കെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാതിരിക്കുക. ഇത് ഓൾറെഡി SSC സൈഡിൽ നിന്ന് വന്ന കലണ്ടറാണ്. SSC കലണ്ടർ യൂഷ്വലി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കലണ്ടേഴ്സ് അതേപോലെ തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ഒരു 3-4 ദിവസത്തേക്ക് ലേറ്റ് ആയാൽ പോലും എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ആ കലണ്ടർ അനുസരിച്ച് തന്നെ റിലീസ് ചെയ്യാറുണ്ട്. അതല്ല എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ SSC തന്നെ അറിയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക, ഈ ഒരു എക്സാംസ് ഉറപ്പായിട്ടും വിളിക്കും. നിങ്ങൾക്കറിയാം SSC CGL എല്ലാ വർഷവും വിളിക്കുന്ന എക്സാമാണ്. ഈ വർഷവും ഉറപ്പായിട്ടും വിളിക്കും. എക്സാംസിന്റെ നോട്ടിഫിക്കേഷനിൽ മേ ബി ഒരു ഡിലേ വന്നാൽ പോലും ഒരുപാട് ഒരു ഡിലേ ഒരിക്കലും വരത്തില്ല. ഈ ഒരു തന്നിരിക്കുന്ന കലണ്ടർ അനുസരിച്ചുള്ള ഡേറ്റ് വന്നില്ലെങ്കിലും മേ ബി ഒരു 1 വീക്ക് or 2 വീക്ക് ഡിലേ ആയാൽ പോലും എക്സാം ഉറപ്പായിട്ടും വിളിക്കും. ആൻഡ് ഡിലേ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് 4, 5, 6 മാസം അല്ലെങ്കിൽ ഇപ്പം വിളിക്കത്തില്ല പിന്നെ വിളിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവത്തില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകുക. അതുപോലെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എത്രയും വേഗം തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. ആൻഡ് ഈ ഒരു എക്സാമിന് ഇനി ഒരുപാട് ദിവസം ഇല്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഇതിന്റെ തൊട്ട് പുറകെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ വേറെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ആൻഡ്
ആൻഡ് ഈ എക്സാംസിൻ്റെ ഒക്കെ തന്നെ പാറ്റേണും സിലബസും ഒക്കെ എന്താണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സിലബസ് എക്സാക്ട്ലി സെയിം ആണ്. എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രം അവിടെ എവിടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി ഇപ്പോൾ ഒരുപാട് ദിവസം ഇല്ലല്ലോ, നമുക്ക് ജൂലൈയിലെ എക്സാം വരാൻ പോകുന്നത്, അപ്പോൾ നമുക്കൊരു 3 മാസമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞാലും അതിൻ്റെ തൊട്ട് ബാക്ക് വേറെയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ലൈക്ക് നമുക്ക് CS വരുന്നുണ്ട്, MTS വരുന്നുണ്ട്, അങ്ങനെ പല പല എക്സാംസ് പിന്നീട് പുറകെ വരുന്നുണ്ട്. എക്സാക്ട്ലി പറയുവാണെങ്കിൽ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏതൊക്കെ എക്സാംസ്, ഒരേപോലെ എഴുതാൻ പറ്റുന്ന ഏതൊക്കെ എക്സാംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ SSC സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, SSCയുടെ CGL ഉണ്ട്, MTS ഉണ്ട്, CSSL ഉണ്ട്. ഇത് കൂടാതെ തന്നെ SSCയുടെ GD ഉണ്ട്, SSCയുടെ CP ഉണ്ട്, സെൻട്രൽ പോലീസ് ഓഫീസർ, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ, ഇങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എല്ലാ എക്സാംസിന്റെയും സിലബസ് എക്സാക്ട്ലി സെയിം ആണ്. അവിടെ വരുന്ന വ്യത്യാസം എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതർവൈസ് നമ്മളിപ്പോൾ CGL CSന്റെ ഒക്കെ പാറ്റേണും സെയിം ആണ്. MTS വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതുപോലെ CPA വരുമ്പോൾ നമുക്ക് 100 ക്വസ്റ്റിന് പകരം 200 ക്വസ്റ്റിനാണ് വരുന്നത്. 25 ക്വസ്റ്റിൻ വെച്ച് ഓരോ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതെങ്കിൽ അത് 50 ക്വസ്റ്റിൻ വെച്ചാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഈ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ സിലബസ് മാറുന്നില്ല. ഒരു വൺ ടൈം പ്രിപ്പറേഷൻ ആൻഡ് ഒരു പ്രിപ്പറേഷൻ വഴി ഒരുപാട് എക്സാംസ്, അതാണ് നമ്മുടെ SSC എക്സാംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും SSCയുടെ കലണ്ടറിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് 22 ഏപ്രിലും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജൂൺ ജൂലൈ 2025 നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എക്സാക്ട് ഡേറ്റ്സ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉറപ്പായും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമുക്കിപ്പം ഈ ഏപ്രിലാണ്, മെയ്, ജൂൺ, ജൂലൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഇപ്പം നമ്മൾ ഈ ഒരു സമയം തൊട്ട് നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു പഠിക്കാൻ വേണ്ടി കിട്ടുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 90 to 100 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഏപ്രിലാണ്, നമുക്ക് മെയ്യും ഓൾമോസ്റ്റ് ജൂൺ മൊത്തം കിട്ടുന്നുണ്ട്. പിന്നെ ജൂലൈ എല്ലാണ് എക്സാം നടക്കുന്നെങ്കിൽ നമുക്ക് ഇപ്പം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 to 100 ഡേയ്സ് ആണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 90 to 100 ഡേയ്സ് നിങ്ങൾ ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യുക പ്രിപ്പറേഷന് വേണ്ടി. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉടനെ വരുന്ന എക്സാം ആണ്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ശരിയാവത്തില്ല, നമുക്ക് സമയമില്ല എന്നൊരിക്കലും വിചാരിക്കില്ല. ബിക്കോസ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു എക്സാം മാത്രമല്ല മിസ്സാവുന്നത്, ഇതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് എക്സാംസ് മിസ്സാവും. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വേറെയും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ ഇതേ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പോസ്റ്റുകൾ വേറെയും ഉണ്ട്. നിങ്ങൾക്ക് ആ എക്സാംസ് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഈ എക്സാംസ് ഇനിയും വിളിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ട് ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, ഒരിക്കലും മിസ്സാക്കല്ല. ഓക്കെ, ഞാൻ CGL മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നും വിചാരിക്കില്ല. ഇതിൻ്റെ തൊട്ട് ബാക്ക് ടു ബാക്കുള്ള എക്സാംസ് ഒന്നും തന്നെ മിസ്സാവാൻ പാടില്ല. ഇനി നമ്മൾ ഈ ഒരു CGL എക്സാംസ് വഴി നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഏറ്റവും നല്ല പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞിരിക്കുക SSCയുടെ CGL ആക്ച്വലി ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് A പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ലെവലിൽ ഫില്ല് ചെയ്യുന്ന പോസ്റ്റുകൾ. ഇതിൻ്റെ തൊട്ടടിയിൽ വരുന്ന പോസ്റ്റുകളാണ് SSC CGL വഴി ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ മിനി സിവിൽ സർവീസ് എന്നടക്കം പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെ മിനി സിവിൽ സർവീസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് CGLന്റെ തൊട്ടടിയിൽ വരുന്ന ഈ ഒരു എക്സാം വഴി നമ്മൾ ഇതിലെ പല പോസ്റ്റിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റുകൾ ഒരു 13 വർഷം 14 വർഷമായി കഴിയുമ്പോൾ നമ്മൾ ഇതേ സിവിൽ സർവീസ് ലെവലിലേക്കായിരിക്കും എത്തുന്നത്, ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി സിവിൽ സർവീസ് തന്നെ പറയുന്നത്. ഞാൻ ഈ ഒരു സിവിൽ സർവീസ് എഴുതി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സാംസ് ഒക്കെ എഴുതി ഫ്യൂച്ചർ പ്രൊമോഷൻസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന എക്സാംസ് ആണ് ഈ CGLന്റെ എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡെഫിനറ്റ്ലി നമുക്കൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും പ്രിപ്പറേഷന് വേണ്ടി. നമുക്കിവിടെ നോക്കുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും നല്ല 2 പോസ്റ്റുകളാണ് നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ CAGയുടെ ഓഫീസിലാണ് അത് വരുന്നത്. അത് നിങ്ങളിവിടെ കാണാൻ പറ്റും. ഈ 2 പോസ്റ്റുകളും നമ്മുടെ ഗ്രൂപ്പ് B ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് B ഗസറ്റഡ് പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലിയർലി കാണാം. ഗസറ്റഡ് പോസ്റ്റ് ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് 30 വയസ്സ് വരെയാണ് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ട്. എഗെയിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ഇതിന്റെ തൊട്ടടി വരുന്നത്. ആൻഡ് നമുക്കത് പല പല ഡിപ്പാർട്ട്മെന്റ്സിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, നമ്മുടെ പാർലമെന്റിലേക്ക്, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ IB-ലേക്ക്, മിനിസ്ട്രി ഓഫ് റെയിൽവേ, എക്സ്റ്റേണൽ അഫയേഴ്സ്. ഒരുപാട് പേരുടെ ഡ്രീമാണ് ഈ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലേക്കുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, അതുപോലെ ഡിഫറെന്റ് മിനിസ്ട്രീസിലേക്ക് ഒക്കെയാണ് വിളിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന കുറച്ച് പോസ്റ്റുകൾ ഒരുപാട് പേരും പ്രിപ്പയർ ചെയ്യുന്ന CGLന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ പോസ്റ്റിൽ കിട്ടാൻ വേണ്ടി ഒരു ഡ്രീം വെച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ, അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, നമ്മുടെ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, അതുപോലെ പ്രിവെന്റീവ് ഓഫീസർ, അതുപോലെ ഇൻസ്പെക്ടർ,
അപ്പോൾ ഇങ്ങനെ പല പല യൂണിഫോം പോസ്റ്റുകൾ അടക്കം നമുക്കവിടെ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു യൂണിഫോം പോസ്റ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ ഡ്രീം ഉള്ളവരാണെങ്കിൽ ഫ്യൂച്ചറിൽ അതിലേക്ക് എത്തണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമാണ് പ്രിപ്പയർ ചെയ്യേണ്ടി ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് അവിടെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ സബ് ഇൻസ്പെക്ടർ, നമ്മുടെ CBI ഓക്കെ ഗൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ CBIയിലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഒരുപാട് ഡ്രീമാണ് അഗെയിൻ CBIയിൽ എത്തിച്ചേരുക. നിങ്ങൾക്കറിയാം CBI എന്നൊക്കെ പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു പവർ ഉണ്ട്, ആ ഒരു പോസ്റ്റിന് കിട്ടുന്ന പവർ. അപ്പോൾ അത് ഒരുപാട് ഒരു വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡ്രീം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്പെക്ടർ, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ്, അതുപോലെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെയും നമുക്ക് തീർന്നിട്ടില്ല, ഇനിയും പോസ്റ്റുകളുണ്ട്. അടുത്ത പോസ്റ്റിലേക്ക് നമുക്ക് കാണാൻ പറ്റും അവിടെ ലെവൽ മാറിക്കൊണ്ടേയിരിക്കുക. നമ്മൾ നേരത്തെ കണ്ടത് ലെവൽ 8 കണ്ടു, അതിനുശേഷം അടുത്ത് നമ്മൾ ലെവൽ 7 താഴത്തെ ലെവലിലേക്ക് വന്നു. അവിടുത്തെ പേ സ്കെയിൽ നിങ്ങൾ കാണാൻ പറ്റും. അതിൽ ഒരിക്കലും പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്കെയിൽ, അത് കൂടാതെ അവിടെ അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ 6ലേക്ക് വരുമ്പോൾ അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ ഡിഫറെന്റ് മിനിസ്ട്രീസിൽ, ഇത് കൂടാതെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, പിന്നെ നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ, അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഡിഫറെന്റ് CAG ഓഫീസിൽ, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ NIA നമ്മളിപ്പം എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. അതിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് എഗെയിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ്. ഇതിനുശേഷം പിന്നെയും സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അവിടെ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ഗ്രൂപ്പ് B പോസ്റ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് A നമ്മൾ പറഞ്ഞു, അതുപോലെ ഗ്രൂപ്പ് B പോസ്റ്റിലാണ്. ഇതിന്റെ എല്ലാം ഏജ് ലിമിറ്റ് വരുന്നത് 30 ആണെങ്കിലും ഈ അവസാനത്തെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ് വരുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി റിമൈനിങ് പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് തീർന്നിട്ടുള്ള ഇനിയും പോസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ലെവൽ 5 വരുന്ന അടുത്ത പോസ്റ്റുകൾ ഓഡിറ്ററും അക്കൗണ്ടന്റും, അതും CAG ഓഫീസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് മിനിസ്ട്രീസിൽ ഒക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അക്കൗണ്ട്സ്, ഓഡിറ്ററിന്റെ പോസ്റ്റുകൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും താഴെ വരുന്ന പോസ്റ്റുകൾ, CAGന്റെ അണ്ടറിൽ ഏറ്റവും താഴെ വരുന്ന പോസ്റ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ലെവൽ 4 പോസ്റ്റുകൾ. പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിൽ, അതുപോലെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷണൽ ക്ലർക്കായിട്ട് ഡിഫറെന്റ് മിനിസ്ട്രീസ് ഓഫീസുകളിൽ, അതുപോലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് നമ്മുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ, പിന്നെ ടാക്സ് അസിസ്റ്റന്റ് നമ്മുടെ ഇൻകം ടാക്സിലും, അതുപോലെ ലൈക്ക് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലും, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ പിന്നെയും സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന്റെ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ കാണാൻ ഒരു 36 പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതെല്ലാം ഈ ഒരു സിംഗിൾ SSC CGL എന്ന് പറയുന്ന എക്സാമിനേഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി അടുത്ത വട്ടം വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ പോസ്റ്റുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ, എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക 2 ലെവലിലാണ് എക്സാം നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ജൂലൈയിൽ ഇപ്പോൾ ഈ വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ Tier 1 എക്സാം കാണും, ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം. ആ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 4 ഏരിയാസ് ആണ് എക്സാമിലേക്ക് വരുന്നത്. നമുക്ക് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ഇംഗ്ലീഷ്. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ വെച്ചാണ് എല്ലാത്തിൽ നിന്നും ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാണ്. സോ അങ്ങനെയാണെങ്കിൽ 50 മാർക്ക് വെച്ചാണ് ഓരോ ഏരിയയ്ക്കും വരുന്നത്. സോ 100 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് ക്യാരി ചെയ്യുമ്പോൾ 200 മാർക്ക്. ആൻഡ് എക്സാമിനേഷന് വേണ്ടി നമുക്ക് കിട്ടുന്ന സമയം 60 മിനിറ്റ് ആണ് നമുക്ക് എക്സാമിന് വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ SSCയുടെ CGLന്റെ Tier 1 പാറ്റേൺ. നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ തൊട്ട് ബാക്ക് വരുന്ന നമ്മുടെ SSC CHS കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം, അതിൻ്റെയും എക്സാം പാറ്റേൺ ഇതേ സെയിം പാറ്റേൺ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം ആരെങ്കിലും CGLന് വേണ്ടി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ഉള്ളവരോ, പക്ഷേ കോളേജിന്റെ ഫൈനൽ ഇയറിൽ ഇപ്പം നിങ്ങളുടെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഈ ഒരു എക്സാംസ് നോട്ടിഫിക്കേഷൻ വരും, അപ്പം പഠിക്കാനൊരു സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിന്റെ തൊട്ട് പുറമുള്ള CHSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാം, ഇതേ എക്സാം പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് പിന്നെയും അവിടെ 1 മാസം കൂടി എക്സ്ട്രാ സമയം കിട്ടുന്നുണ്ട് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ എഗെയിൻ നിങ്ങൾക്ക് ഒരു 100 തൊട്ട് 120 ദിവസം കിട്ടും നമുക്ക് ഈ ഒരു CSSLന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ CGLന്റെ തൊട്ട് പുറകെ വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമ്മുടെ ഈ ഒരു Tier 1 എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമ്മുടെ SSCയുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിന്റെയും ഫസ്റ്റ് ഫേസ് എക്സാമിൽ ഇതേ ഏരിയാസ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇതിന് ശേഷമാണ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ഏതിലേക്ക് പോകുന്നത്,
നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിലേക്ക് സെലക്ട് ആവുന്നതും. ഈ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ കാണാം. ഇവിടെ നമുക്ക് അതേ സെയിം മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ 4 ഏരിയാസ് നമ്മൾ ഓൾറെഡി എവിടെയും കണ്ടു, നമ്മുടെ Tier 1 കണ്ടു. ഇത് കഴിഞ്ഞാൽ പിന്നാണ് നമ്മുടെ കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഒരു ചെറിയൊരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്, അതുകൂടി നമുക്ക് അവിടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സിംഗിൾ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 2 hour 15 minutes നമുക്ക് ആദ്യമേ ഈ ഒരു ഏരിയ മൊത്തം കാണും. പിന്നെ ഒരു 15 മിനിറ്റ് നമ്മുടെ ടൈപ്പിംഗ് കൂടി ചേർന്നിട്ട് മൊത്തം ഒരു ഏകദേശം ഒരു 2.5 മണിക്കൂർ എന്ന് നമുക്ക് പറയാം. ഇതാണ് സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം. ഈ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. നമ്മൾ പിന്നെ ഈ ഒരു ഇതും ക്ലിയർ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സെലക്ട് ആയതിനു ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഇതിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. സോ ഇതാണ് മൊത്തം നമ്മുടെ SSLC സീസണിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ. നിങ്ങളുടെ എക്സാമിൽ എങ്ങനെ ഏത് ഫേസുകളിലാണ് പോകുന്നത്, എങ്ങനെ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയാസ്. ഇനി ഇതിന്റെ സിലബസിലേക്ക് വരാം. അപ്പോൾ നമ്മളിതിൻ്റെ സിലബസും സ്റ്റഡി പ്ലാനും ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ സിസ്റ്റം. നമുക്കൊരു 10th ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് അല്ലേ, അതൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. നമ്പർ സിസ്റ്റം, അതുപോലെ നമ്മൾ പഠിച്ചുള്ള പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, സ്ക്വയർ റൂട്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്. ഇത് കൂടാതെ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്തിട്ടുള്ള ഗ്രാഫും അതിന്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, ഫ്രീക്വൻസി പോളിഗൺ, അങ്ങനെയുള്ള ഒരു ഏരിയാസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ നമുക്ക് അവിടെ വരുന്നതാണ് അഡ്വാൻസ് മാത്സ്, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, മെൻസുറേഷൻ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് വരുന്നില്ല, നമ്മുടെ ആ ഡിഫറൻസിയേഷനോ ഇന്റിഗ്രേഷനോ സെറ്റോ മാട്രിക്സോ ഇങ്ങനെയുള്ള ഏരിയാസ് ഒന്നും തന്നെ നമുക്ക് ഇവിടുത്തെ എക്സാമിനേഷനിൽ വരുന്നില്ല. ഈ അഡ്വാൻസ് മാത്സ് എന്ന് പറയുമ്പോഴും ഈ ഒരു 4 ഏരിയ മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ മാത്സിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വരുന്ന ബാക്കിയുള്ള ഏരിയസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ അടുത്തത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ സിലബസിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷിന്റെ നോളജ് ഉണ്ടായിരിക്കണം. ലൈക്ക് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, സെന്റൻസ് റീഅറേഞ്ച് ചെയ്ത് എടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഗ്രാമർ ചെക്ക് ചെയ്യുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇഡിയംസ്, ഫ്രേസസ്, പിന്നെ മിസ്പെൽറ്റ് വേർഡ്സ് ഡിറ്റക്ട് ചെയ്യുക, സിനോണിമം, ആന്റോണിമം, അതുപോലെ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യുക, സ്പോട്ട് ദി എറർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്നത്. ഇത് കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്മുടെ റീസണിങ്, നമ്മുടെ ജനറൽ ഇന്റലിജൻസിന്റെ ഏരിയ വരുന്നത്. അവിടെ നമുക്ക് കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് പസിൽ ആയിട്ടുള്ള, നമുക്ക് അവിടെ കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസ്, അതുപോലെ സിലോജിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറെ അതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ SSLC നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന ആ ഒരു പാറ്റേൺ ഇല്ലേ, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോൾഡിങ്, അൺഫോൾഡിങ് പാറ്റേൺസ് ഒക്കെ, അതുപോലെ തന്നെ ഫിഗർ അതിന്റെ സീരീസ് പോലെ, നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, വേർഡ് സീരീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കുറെ ഒരു ഏരിയാസ് ആണ് നമ്മളൊരു ജനറൽ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ റീസണിങ്ങിന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ്, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റി, നമ്മുടെ സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ചുറ്റും നടക്കുന്ന കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ 10th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഈ ഒരു ഏരിയാസ് ഒക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പം നിങ്ങൾ പലരും പല പല ലെവലിൽ നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ബേസിക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി കുറച്ച് പ്രിപ്പയർ ചെയ്ത് കുറച്ച് സമയമായിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഈ വരുന്ന എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലാണോ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഇനി മുമ്പോട്ട് എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ബേസിക് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് ദിവസമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി കിട്ടുന്നത്. ലൈക്ക് അറൗണ്ട് ഒരു 90 to 100 days ആണ് നമുക്ക്, ഒരു വളരെ കുറച്ച് ദിവസം, ഒരു 90-80 days ആണ് നമുക്ക് ഇനി ഉള്ളൂ CGL എക്സാമിന് വേണ്ടി എന്ന് പറയാം. എക്സാക്ട്ലി ഡേറ്റ് വന്നിട്ടില്ല, നമുക്ക് ഡേറ്റ് വന്നാലേ കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാലും അപ്പോൾ നമുക്ക് ആ ഒരു CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ആ CGL വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള സമയം വളരെയധികം എഫേർട്ട് വേണ്ടി വരും അതിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നുണ്ടോ. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസിന് ഒരു 60-70% തീർക്കാനുള്ള ഒരു സ്പേസ് ടൈം ശരിക്കും അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചധികം എഫോർട്ട് ഇടേണ്ടി വരും. ഇപ്പോൾ കോളേജിലൊക്കെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ പാസ്വേഡായി ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സമയം മാക്സിമം നിങ്ങളുടെ എഫോർട്ട് ഇടുക ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. ബിക്കോസ് അത് നിങ്ങൾക്ക് CGL യൂസ്ഫുൾ ആയിട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ CSSL, MTS ഇങ്ങനെയുള്ള ബാക്കി എക്സാം, CPO, GD ഇങ്ങനെയുള്ള എക്സാംസ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും.
ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ സിലബസ് ആണ് അവിടെയും വരാൻ പോകുന്നത്. ഇനി അതല്ല, ബാക്കി ഓൾമോസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം എന്താ പറയുക സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക്, ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക്, ഡീറ്റെയിൽഡ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വളരെ നേരത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് വളരെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകാനും 6 മാസം സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഈ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറേ പേരെങ്കിലും ആ ഒരു പ്ലാൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പ്ലാൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ ഒരു പ്ലാൻസ് ഫോളോ ചെയ്യുക ആൻഡ് ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ നോക്കുക. ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ കാണുമ്പോൾ വളരെ ഡീറ്റെയിൽ ടൈം കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്സിന് നേരത്തെ നിങ്ങൾ കണ്ട പോലെ ഒരു പാരഗ്രാഫ് പോലല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് ബൈ ടോപ്പിക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ നോക്കി മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ വീക്ക് ടോപ്പിക്കിന്റെ പ്രാക്ടീസ്, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ, ഇതിന്റെ ഒരു ഐഡിയാസ് ഒക്കെ തന്നെ നമ്മൾ അവിടെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമുക്കിനി അടുത്ത ലാസ്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ടൈം മാനേജ്മെന്റ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ടൈം മാനേജ്മെന്റ്, ഓരോ ഏരിയയ്ക്കും എത്ര സമയം കൊടുക്കണം എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് എത്ര സമയമാണ് കൊടുക്കേണ്ടത് എക്സാമിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ജനറൽ അവയർസിന്റെ ഏരിയ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 10 തൊട്ട് 12 മിനിറ്റും, റീസണിങ് 15 മിനിറ്റും, കോൺസിന്റെ ഏരിയയ്ക്ക് 20 തൊട്ട് 25 മിനിറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ ടൈം പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടൈം ഇതേപോലെ ഫോളോ ചെയ്യണം. എന്നാലേ എക്സാമിൽ ചെല്ലുമ്പോൾ നമുക്ക് അത് ടൈം പ്രോപ്പർലി കിട്ടത്തുള്ളൂ, നമുക്ക് ആ എക്സാംസ് പ്രോപ്പർലി എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സമയം കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയം കിട്ടണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞൊരു പ്ലാൻ അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കണം. നമ്മുടെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിലേക്ക് വരുമ്പോൾ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോ ഏരിയയിലും ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ SSCയുടെ CGL എക്സാംസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് വരുന്നത് ഏകദേശം ഒരു 154 ലാസ്റ്റിന്റെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷവും നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫ് എന്തായാലും ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും, അതിൽ കൂടുതലാവാനായിരിക്കും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഏരിയയ്ക്ക് ഒരു ടാർഗറ്റ് വെച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ കോൺസിന്റെ ഏരിയ ആണെങ്കിൽ അറൌണ്ട് 25-23 ഞാൻ എന്തായാലും സ്കോർ ചെയ്യും. റീസണിങ് 23 ഞാൻ എന്തായാലും സ്കോർ ചെയ്യും. ഇംഗ്ലീഷിൽ 25-22 ഞാൻ എന്തായാലും സ്കോർ ചെയ്യും. അതുപോലെ നമ്മുടെ ജനറൽ അവയർസിന്റെ ഏരിയ വരുമ്പോൾ അവിടെ 25-15 മാക്സിമം 15+ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്തു പോവുക, അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തു പോവുക. ആൻഡ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോക്ക് ടെസ്റ്റ് എത്ര എണ്ണം ചെയ്യണം, എക്സാമിന് മുമ്പ് ഞാൻ എത്ര മോക്ക് ചെയ്തിട്ട് പോകണം? സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ 154 കട്ട് ഓഫ് ഇരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 165 170 ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്യുക, ഒരു ഗോൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ഗോൾ അറ്റൈൻ ചെയ്യുന്നവരെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എത്തുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അത് ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കണം അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണം, ദാറ്റ് ഞാൻ എവിടെ നിന്ന് അറ്റൻഡ് ചെയ്താലും എനിക്ക് 170 മേളിലേ എൻ്റെ മാർക്ക് വരത്തുള്ളൂ എന്നൊരു ലെവലിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യണം. സോ ആ ഒരു ലെവലിലേക്ക് റീച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് എന്ത് പറയാൻ പറ്റും, ഞാൻ Tier 1 എക്സാം ക്ലിയർ ആവും, ഞാൻ Tier 2 എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പ്രിപ്പറേഷൻ ഇതേപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ നേരത്തെ സ്റ്റഡി പ്ലാൻ ചെക്ക് ചെയ്യേണ്ടോ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു സ്റ്റഡി പ്ലാന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റഡി പ്ലാൻ മനസ്സിലാക്കി നിങ്ങളുടെ ആ സ്റ്റഡി പ്ലാൻ അതേപോലെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കനുസരിച്ച് ആ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ നല്ലപോലെ ഫോളോ ചെയ്യുക. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.